വയലാർ അവാർഡ് നേടിയ ഇ സന്തോഷ് കുമാറിന്റെ തപോമയിയുടെ അച്ഛൻ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. അഭയാർത്ഥികളുടെ ഹൃദയവേദന പങ്കിടുന്ന നോവൽ വായനക്കാരുടെ ഉള്ളുപൊള്ളിക്കുന്നതാണെന്നും അതിന്റെ നോവും മാനുഷിക ഇടപെടലുകളുമാണ് നോവലിനെ മികവുറ്റ സൃഷ്ടിയാക്കുന്നതെന്നും ഡോക്ടർ ലക്ഷ്മി ആർ ചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഇത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഒരു സൈഡ് കവർ പേജിൽ തന്നെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യർ ജീവിതത്തിൽ നിർബന്ധമായും കാണേണ്ടുന്ന ചില ഇടങ്ങളുണ്ടെന്ന് ഞാൻ പറയും. ഒരു ജയിൽ, മെന്റൽ ഹോസ്പിറ്റൽ, പിന്നെ മാറാരോഗികളെ പരിശോധിക്കുന്ന ഒരു വാർഡ്, അല്ലെ? മൂന്നും കാണേണ്ടത് തന്നെയാണ്. പക്ഷേ മനുഷ്യരുടെ അഹന്ത കുറയ്ക്കാനായിട്ട് ഈ സന്ദർശനങ്ങൾ ഉപയോഗിക്കും. എന്നാൽ അതിൻ്റെ കൂടെ വിട്ടുപോകുന്ന ഒന്നുകൂടിയുണ്ട്, അതാണ് അഭയാർത്ഥി ക്യാമ്പ്. ഇന്നത്തെ അവസരത്തിൽ നമുക്കത് തീർച്ചയായും ഹൃദയസ്പർശിയായി തന്നെ പറയാൻ കഴിയും. നമ്മൾ കാണുന്നതാണ് ഇന്ന് ഒരു വലിയ യുദ്ധം. ആ യുദ്ധത്തിൽ പലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം, ആ യുദ്ധത്തിൻ്റെ ഫലം അനുഭവിക്കുന്നത് നിരപരാധികളായ ഒട്ടേറെ മനുഷ്യരാണ്. ഒട്ടേറെ കുഞ്ഞുങ്ങൾ കുരുതി കൊടുക്കപ്പെട്ടു. വിശപ്പും പട്ടിണിയും എല്ലാം കൊത്തിവലിക്കുന്ന കുറേ മനുഷ്യർ, അങ്ങനെയുള്ളവരെ നമുക്ക് കാണാൻ കഴിയും. ഇതുകൂടാതെ തന്നെ നമുക്കറിയാം ഒട്ടേറെ പ്രകൃതി ദുരന്തങ്ങൾ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ചു കഴിഞ്ഞു. സംസ്കാര സാഹിതി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പുസ്തക ചർച്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ലക്ഷ്മി ചന്ദ്രൻ. ജില്ലാ ചെയർമാൻ ബോബൻ മാട്ടുമന്ത് അധ്യക്ഷനായി. അബ്ദുൾ ഖാദർ വാക്കേൽ, സന്ധ്യ, എസ് രവീന്ദ്രൻ, ഗിരീഷ് നൊച്ചുള്ളി, ഉമ്മർ ഫാറൂഖ്, വിദ്യാശെൽവൻ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.